ഓം ശാന്തി 20/12/2023. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ തന്റെ റോയൽ ചലനത്തിലൂടെ സേവനം ചെയ്യണം. ശ്രീമത്ത് അനുസരിച്ച് ബുദ്ധിയെ റിഫൈൻ ആക്കി മാറ്റണം. മാതാക്കൾക്ക് ബഹുമാനം നൽകണം. യജ്ഞത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന 14 വർഷത്തിന്റെ തപസ്സിന് ശേഷം സേവനം തുടങ്ങിയപ്പോൾ സേവനം വളരെ ശക്തിശാലിയായിരുന്നു. കാരണം തപസ്സിന്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സേവനം വളരെ വിസ്തൃതമായിരിക്കുകയാണ്. അതിനാൽ ബാബ പറയുന്നു, സേവനം ചെയ്യുന്ന കുട്ടികളുടെ പെരുമാറ്റം റോയൽ ആയിരിക്കണം. അവരുടെ ഓരോ ചലനവും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. നാം എത്രത്തോളം ബുദ്ധിയെ ശുദ്ധമാക്കുന്നുവോ അത്രയും നമ്മളുടെ ചലനവും റോയൽ ആകുന്നു. നമ്മളുടെ ബുദ്ധിയെ ശുദ്ധമാക്കേണ്ടത്, റിഫൈൻ ആക്കേണ്ടത് ശ്രീമത്ത് അനുസരിക്കുന്നതിലൂടെയാണ്. ഒപ്പം ബാബ പറയുകയാണ്, മാതാക്കളെ തീർച്ചയായും ബഹുമാനിക്കണം. കാരണം സ്വർഗത്തിന്റെ വാതിൽ മാതാക്കളാണ്. ഈ വിശ്വസേവനത്തിന്റെ കലശം നൽകിയിരിക്കുന്നതും മാതാക്കൾക്കാണ്. ചോദ്യം: ഏത് കർത്തവ്യമാണ് ഒരേ ഒരു ബാബയുടേത്, മറ്റൊരു മനുഷ്യരുടേതും അല്ലാത്തത്? ഉത്തരം: മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുക. ഈ കർത്തവ്യം ബാബയുടേതാണ്. മനുഷ്യർ എത്ര തന്നെ കോൺഫറൻസ് തുടങ്ങിയവ നടത്തിയാലും ശാന്തി ഉണ്ടാകില്ല. ശാന്തിയുടെ സാഗരനായ ബാബ കുട്ടികളിലൂടെ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യിക്കുന്നു. അപ്പോൾ ശാന്തി സ്ഥാപിതമാകുന്നു. പവിത്ര ലോകത്തിലാണ് ശാന്തിയുള്ളത്. നിങ്ങൾ കുട്ടികൾ ഈ കാര്യം എല്ലാവർക്കും വളരെ യുക്തിപൂർവവും ആർഭാടത്തോടും മനസ്സിലാക്കി കൊടുക്കൂ. അപ്പോൾ ബാബയുടെ പേര് പ്രശസ്തമാകും. ലോകത്തിലുള്ളവർ ശാന്തിക്കായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. പലതരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തി ലോകത്തിൽ ശാന്തി എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ലോകർക്കറിയാത്ത ഒരു സത്യമാണ്, മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുക എന്ന കർത്തവ്യം ബാബയുടേത് മാത്രമാണ്. അതായത് ഭഗവാന്റെ മാത്രമാണ്. ബാബ ശാന്തി സാഗരനാണ്. ശാന്തി സാഗരനായ ബാബ ഈ ലോകത്ത് ശാന്തി പുനഃസ്ഥാപിക്കുന്നത് പവിത്രതയുടെ വ്രതത്തിലൂടെയാണ്. നമ്മൾ കുട്ടികൾക്ക് അറിവ് നൽകി നാം ആരാണ്, നാം ആരുടേതാണ് എന്നത് ഓർമ്മിപ്പിച്ച് നമ്മളെ പവിത്രതയുടെ വ്രതം ധാരണ ചെയ്യിക്കുന്നു. ഇതിലൂടെ സുഖശാന്തി ഉണ്ടാകുന്നു. കാരണം സുഖശാന്തിയുടെ ജനനി എന്നത് പവിത്രതയാണ്. എത്രത്തോളം ജീവിതത്തിൽ പവിത്രതയുണ്ടോ അത്രയും സുഖവും ശാന്തിയും ഉണ്ടായിരിക്കും. ഈ രഹസ്യം ലോകത്തിലുള്ളവർക്ക് അറിയില്ല. അവർ കാമചിതയിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ രഹസ്യം ലോകത്തിലുള്ളവർക്ക് വളരെ യുക്തിപൂർവം പറഞ്ഞു കൊടുക്കണം. എന്നാൽ ആർഭാടവും ഉണ്ടായിരിക്കണം. ആർഭാടം ഉണ്ടെങ്കിലാണ് ലോകരുടെ ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്നത്. യുക്തിപൂർവം പറയുന്നതിലൂടെ അവർക്ക് കാര്യം മനസ്സിലാകാനും സാധ്യതയുണ്ട്. ഇപ്രകാരം മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ബാബയുടെ പേര് പ്രശസ്തമാകുന്നത്. ഗീതം: ഞാനൊരു ചെറിയ കുട്ടിയാണ്, നിങ്ങളാണെങ്കിൽ വളരെ ബലവാനാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് പ്രിയരാകുന്നതിനായി ജ്ഞാനിയും യോഗിയും ആകണം. ദേഹാഭിമാനത്തിൽ വരരുത്. 2. മുരളി കേൾപ്പിക്കുന്നതിനുള്ള ധൈര്യം വയ്ക്കണം. തന്റെ ചലനത്തിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കണം. വർത്തമാനം വളരെ മാധുര്യത്തോടെ ചെയ്യണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയ്ക്ക് പ്രിയപ്പെട്ടത് ജ്ഞാനിയും യോഗിയുമാണ്. ജ്ഞാനവും യോഗവും 2 ചിറകുകളാണ്. ഇതിന്റെ ആധാരത്തിലാണ് നാം ഉയർച്ചയിലേക്ക് പോകേണ്ടത്. അതിനോടൊപ്പം ദേഹാഭിമാനം ഉണ്ടാകരുത്. ദേഹാഭിമാനം നമ്മളുടെ ഉയർച്ചയെ ഭാരിച്ചതാക്കുന്നു. പിന്നെ പതുക്കെ പതുക്കെ താഴേക്കും കൊണ്ടുവരുന്നു. അതിനാൽ ദേഹാഭിമാനം കളയണം.
രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, മുരളി വായിച്ചു കേൾപ്പിക്കുന്നതിന് ധൈര്യം കാട്ടണം. മുരളീധരന്റെ ഓർമ്മയിൽ മുരളി പഠിച്ച് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. തന്റെ ചലനത്തിലൂടെയാണ് ബാബയെ പ്രത്യക്ഷമാക്കേണ്ടത്. ബാബയെക്കുറിച്ച് പറയുന്നത് ബാബ വളരെ മധുരമുള്ളവനാണ് എന്നാണ്. മധുരമുള്ളവൻ എന്നുദ്ദേശിക്കുന്നത് ബാബ ആരുടെയും കുറവുകളെ മുന്നിൽ വയ്ക്കുന്നില്ല. എല്ലാവരുടെയും കുറവുകളെക്കുറിച്ചറിയാം, പക്ഷെ അതിൻ്റെ ആധാരത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പകരം അവരുടെ നല്ല ഗുണങ്ങളെയാണ് മുന്നിൽ വയ്ക്കുന്നത്. അതുപോലെ നമ്മളും ഓരോരുത്തരുടെയും നന്മയെ മുന്നിൽ വയ്ക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലും ആ മാധുര്യം വരുന്നു. ആ മാധുര്യത്തോടെ സംസാരിക്കണം. വരദാനം: കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്ത് സേവനത്തിന് നിമിത്തമാകുന്ന ഭാഗ്യവാനായി ഭവിക്കട്ടെ. ശരീരത്തിൻ്റെ കർമ്മക്കണക്കുകൾ ഒരിക്കലും പ്രാപ്തിയിലോ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിലോ വിഘ്നമായി അനുഭവപ്പെടരുത്. ശരീരം ഒരിക്കലും സേവനത്തിൽ നിന്ന് വഞ്ചിതരാക്കരുത്. ഭാഗ്യവാൻ ആത്മാവ് കർമ്മഭോഗത്തിൻ്റെ സമയത്തും ഏതെങ്കിലും തരത്തിൽ സേവനത്തിന് നിമിത്തമായി തീരുന്നു. കർമ്മഭോഗം ചെറുതാകട്ടെ വലുതാകട്ടെ അതിൻ്റെ കഥയെ വിസ്തരിക്കരുത്. അവയെ വർണ്ണിക്കുക അർത്ഥം സമയവും ശക്തിയും വ്യർത്ഥമായി കളയുക എന്നാണ്. യോഗി ജീവിതം, അതായത് കർമ്മഭോഗത്തെ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുക, ഇതിനെയാണ് ഭാഗ്യവാന്റെ അടയാളം എന്ന് പറയുന്നത്. നമ്മുടെ ഈ അവസാനത്തെ ജന്മം ഏറ്റവും മൂല്യമേറിയ ജന്മമാണ്. ഈ ശരീരവും മൂല്യമേറിയതാണ്. എന്നാൽ ഈ ശരീരത്തിലൂടെ പലതരത്തിലുള്ള കർമ്മക്കണക്കുകൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നെന്നിരിക്കും. പക്ഷെ അവയൊന്നും പ്രാപ്തി ഉണ്ടാക്കുന്നതിനോ പുരുഷാർത്ഥം ചെയ്യുന്നതിനോ ഒരു വിഘ്നമായി അനുഭവപ്പെടരുത്. സേവനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഈ ശരീരം ഒരിക്കലും കാരണമാകരുത്. ഭാഗ്യശാലി എന്നാൽ കർമ്മഭോഗത്തിൻ്റെ സമയത്തും അവർ ഏതെങ്കിലും സേവനത്തിന് നിമിത്തരാകും. അതിനാൽ ഒരിക്കലും കർമ്മഭോഗത്തിൻ്റെ കഥയെ വിസ്തരിക്കരുത്, അവയുടെ പിന്നാലെ പോകരുത്. അതിലൂടെ സമയവും ശക്തിയും വ്യർത്ഥമാകുന്നു. യോഗി ജീവിതമെന്നാൽ കർമ്മഭോഗത്തെയും കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യണം. ഇങ്ങനെയുള്ളവരെ തന്നെയാണ് ഭാഗ്യശാലി എന്ന് പറയുന്നത്. സ്ലോഗൻ: ദൃഷ്ടിയിൽ ദയയും ശുഭഭാവനയും ഉണ്ടെങ്കിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ദൃഷ്ടി സമാപ്തമായി തീരും. ഓം ശാന്തി.